വി.ഡി. സതീശൻ സർക്കാരിന്റെ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദീപാദാസ് മുൻഷി, ഷാഫി പറമ്പിൽ, പി.സി. വിഷ്ണുനാഥ്, എ.ഡി.ജി.പി എച്ച് വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് എ.ഡി.ജി.പി എച്ച് വെങ്കടേഷ് അറിയിച്ചു. നമ്മുടെ സെക്യൂരിറ്റി ഒരുക്കങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഏത് വഴി എങ്ങനെ മൂവ്മെൻറ്റ്, കാർ മൂവ്മെൻറ്റ്സ്, വെഹിക്കിൾ മൂവ്മെൻറ്റ് നടക്കണം അതെല്ലാം ഡിസൈഡ് ആയിട്ടുണ്ട്. ഏകദേശം മോർ ദൻ 3500 ആൾ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് വരികയാണ്. എല്ലാ ഭാഗത്ത് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ആൻറ്റി സബോർഡിനേറ്റ് ചെക്ക് നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മുടെ സെക്യൂരിറ്റി ഭാഗമായിട്ട് എല്ലാ വർക്കിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്പസമയത്തിനകം ജിബിൻ JB സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകും. അല്പസമയം മുൻപാണ് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദി സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. എ.ഡി.ജി.പി എച്ച് വെങ്കടേഷ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹം അവിടെ ഉണ്ട്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രമുഖർ നാളെയും ആ വേദിയിലെത്താനുള്ളതാണ്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, വേദി തയ്യാറായി വരുന്നു, ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നാളെ പ്രമുഖരായ ആരൊക്കെ ഉണ്ടാകും സംസ്ഥാനത്തിന് പുറത്തുനിന്ന്? ജിബിൻ, സെൻട്രൽ സ്റ്റേഡിയത്തിലെ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള വേദി ഇപ്പോൾ ഏകദേശം അതിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദി. അവിടുത്തെ LED വാളിന്റെ പടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP എച്ച് വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ VIP-കളെ സംബന്ധിച്ചിട്ടുള്ള അവസാന പട്ടിക ഇതുവരെയും തന്നെ വ്യക്തമായിട്ടില്ല. അത് പ്രോട്ടോകോൾ ലിസ്റ്റ് കൂടി കണക്കിലെടുത്തായിരിക്കും ആ ഒരു പട്ടിക തയ്യാറാക്കുക. ഇതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അനിശ്ചിതത്വം തുടരുന്നത്. കാരണം അദ്ദേഹം ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിരുന്നു. തിരിച്ചുള്ള അറിയിപ്പ് ലഭിച്ചതിൽ നാളെ വരുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പോലീസ് വകുപ്പിനൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ തന്നെ ഹരിയാന മുഖ്യമന്ത്രി, ഇങ്ങനെയുള്ളവരാണ്. ആ ഒരു VIP പട്ടികയാണ് നാളെ ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. പക്ഷേ രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ വേണ്ടി പാസ് ലഭിച്ചിട്ടുള്ളവർ ഈ കാണുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രധാന വേദിയിലൂടെ അകത്തേക്ക് കടക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നൽകിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പാർക്കിംഗ് പ്രതിസന്ധി ഇവിടെയുണ്ട്. കാരണം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് പിൻവശത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം തിരക്കനുപ്പെടുന്ന ഒരു സമയം കൂടിയാണ് രാവിലെ 10 മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഈ ട്രാഫിക് സംബന്ധിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് തന്നെ നേരിട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് പാസ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ പാസ് ലഭിക്കാത്ത UDF പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 6 LED സ്ക്രീൻ കൂടി ഏർപ്പെടുത്തിയതായി ഇപ്പോൾ KPCC നേതൃത്വം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങ് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ACC പ്രതിനിധികൾ എല്ലാവരും എത്തുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി കൂടി തന്നെയാണ് നേരത്തെ DGPയുടെ നേതൃത്വത്തിൽ നിയുക്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെ വെച്ച് DGP പറഞ്ഞത് പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്നാണ്. പക്ഷേ അവിടെ ആദ്യത്തെ ഒരു ചെറിയ യോഗമെന്ന് തന്നെ നമുക്ക് പറയാം. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പരിശോധന ഉൾപ്പെടെ അല്പസമയം മുമ്പ് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടെ എത്തി വലിയ രീതിയിൽ പരിശോധന നടത്തി. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പന്തലിന്റെ പണികൾ പൂർത്തിയാകും. പന്തലിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം, LED വാൾ ഇതിന്റെയൊക്കെ കൂടി ചെക്കിംഗ് കഴിഞ്ഞ് PRD ഔട്ട് കൂടി ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും അവസാനഘട്ട സുരക്ഷാ പരിശോധനകൾ കൂടി ഇവിടെ നടത്തുക. ഉന്മേഷ്. ജിബിൻ, എന്തായാലും മുൻപില്ലാത്ത വിധം ഈ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്ന ശേഷമുള്ള തിരിച്ചുവരവാണ്. സ്വാഭാവികമായും അത് വലിയ ആഘോഷമാക്കുക എന്നുള്ളത് UDF അണികളുടെയും വലിയ താല്പര്യമാണ്. പക്ഷേ പാസ് വെച്ചാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു നിയന്ത്രണം ഉണ്ടാകും. എത്ര ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ഈ വേദിയിൽ? ഒപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് ജിബിൻ പറഞ്ഞതുപോലെ LED വാളുകൾ അടക്കം കേന്ദ്രീകരിച്ച് സത്യപ്രതിജ്ഞ കാണാനുള്ള ക്രമീകരണമാണോ ഒരുക്കിയിരിക്കുന്നത്?
അത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഇവിടെ പന്തലൊരുക്കാനായി പറഞ്ഞിരുന്നത് 3000 പേർക്കുള്ള പന്തലൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെ ഉണ്ടായത്. പക്ഷേ പിന്നീടാണ് KPCC നേതൃത്വം ഇടപെട്ടുകൊണ്ട് 3000 പേർക്കല്ല 10,000 പേരെയെങ്കിലും ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു പന്തൽ തന്നെ ഇവിടെ ഒരുക്കണമെന്നുള്ള കാര്യം നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ പന്തലാണ്, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന പന്തലാണ്. പക്ഷേ ഇതിന്റെ ഇരുവശങ്ങളിലായും വീണ്ടും പന്തലുകൾ ഒരുക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ് നൽകുന്നവർ മാത്രമല്ല, പാസ് ഇല്ലാത്ത ഒട്ടനവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഏകോപനങ്ങൾ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാന കവാടത്തിലൂടെ ഈ കന്റോൺമെന്റ് ഗേറ്റിന് സമീപത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന കവാടമുണ്ട്. അതുവഴിയായിരിക്കും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ, തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ, VIP ഗസ്റ്റുകൾ അവരെല്ലാവരും വരുന്നത് ആ ഒരു ഗേറ്റിൽ കൂടിയായിരിക്കും. അതിന് മറുവശത്തുള്ള ഒരു ഗേറ്റുണ്ട്, അതായത് പ്രസ് ക്ലബ് റോഡിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗേറ്റുണ്ട്. അവിടെയാണ് ഈ പാസ് ഉള്ള പ്രവർത്തകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം. അതുവഴിയുള്ള പ്രവേശനം എന്ന് പറയുന്നത് 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ എനിക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം 10 വർഷത്തെ UDF പ്രവർത്തകരുടെ കാത്തിരിപ്പാണ് നാളെ പൂവണിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3000 പേരുടെ പന്തൽ 10,000 പേരുടെ പന്തലാക്കി മാറ്റിയെങ്കിൽ പോലും അവിടെയൊന്നും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു പ്രവർത്തകരുടെ തിരക്ക് തന്നെ നമുക്കിവിടെ നാളെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെ ഒരു ഉന്തും തള്ളുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 6 LED സ്ക്രീൻ കൂടി ഇപ്പോൾ KPCC നേതൃത്വം ഇടപെട്ടുകൊണ്ട് അവിടെ സ്ഥാപിക്കാനും പോകുന്നത്. ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.